കേരളത്തിൽ ഒരു ബിസിനസ് നടക്കൂല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മൾ ഇരിക്കാതിരിക്കാന്നുള്ള ബ്രാൻഡ് ഇപ്പൊ പൂട്ടേണ്ട അവസ്ഥ വന്നത്. അതിന്റെ കാരണം എന്താ വെച്ചാൽ എത്രയോ ആളുകൾക്ക് അതൊരു ഉപകാരമായിരുന്നു. ഞങ്ങൾ വെറുതെ തോന്നിയ പോലെ തുടങ്ങിയതല്ല. എത്രയോ പേർക്ക് അത് ഹെൽപ്ഫുൾ ആണ്. എത്രയോ ആളുകൾ നമ്മളോട് വന്നിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയി. പ്രായമുള്ള ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ബീച്ചിൽ പ്രായമുള്ള ആൾക്കാരെ കൊണ്ടുവരില്ല. നമ്മൾ ഈ ഒരു ബിസിനസ് വന്നതുകൊണ്ട് തന്നെ അവർക്കൊക്കെ നിലത്തിരിക്കാതെ നല്ലോണം കസേരയിലൊക്കെ ഇരിക്കാൻ പറ്റുന്നുണ്ട് എന്ന് കുറെ ആളുകൾ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അത്രയും നല്ല ഹാപ്പി ആയിട്ട് പോയതാണ്. കാരണം കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് നമുക്ക് ഭയങ്കര നമുക്ക് എനർജി ആയിരുന്നു ഒന്നായിരുന്നു. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാ, ഞാനിതിന്റെ ആദ്യം മുതലേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇതിന്റെ ലൈസൻസിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെന്നത് കോർപ്പറേഷനിലാണ്. കോർപ്പറേഷനിൽ ചെന്നപ്പോൾ അവർ എന്നോട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇത് അവരുടെ പരിധിപ്പെട്ടതല്ല, ഇത് പോർട്ട് ഓഫീസിന്റെ പരിധിപ്പെട്ടതാണ്, നിങ്ങൾ അവിടെ പോയി കാണണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ അവരങ്ങനെ പറഞ്ഞ ശരിക്കും ഞാൻ നേരെ പോർട്ട് ഓഫീസിൽ പോയി. അവിടെ എനിക്ക് വേറെ ഒരു ഉദ്യോഗസ്ഥന്മാരും ഒരാളെയും കാണാൻ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. എനിക്ക് നേരെ പറഞ്ഞത് പോർട്ട് ഓഫീസിനെ പോയി കാണാനാണ്. ഞാൻ നേരെ അവിടുന്ന് കോഴിക്കോട് പോർട്ട് ഓഫീസിൽ പോയി ഞാൻ എന്റെ അപേക്ഷ കൊടുത്തു. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു, ആധാറിന്റെ കോപ്പി വേണമെന്ന് പറഞ്ഞു, എല്ലാം കൊടുത്തു. എന്നിട്ട് അവരെന്ത് ചെയ്തു, അത് ബേപ്പൂരിലേക്ക് അയച്ചു. എനിക്ക് അവിടുന്ന് കോൾ വരുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ ബേപ്പൂര് പോയിട്ട് അവിടുത്തെ സാറിനെ കണ്ട് കാര്യങ്ങളൊക്കെ റെഡിയാക്കി. എന്നോട് ഒരു വർഷത്തേക്ക് അവർ ആവശ്യപ്പെട്ടത് 60,000 രൂപയാണ്. അതായത് ഒരു ചെയറിന് ഒരു മാറ്റിനും 6,000 രൂപ വെച്ചിട്ട് ഒരു വർഷത്തേക്ക് 60,000 രൂപ, 10 ചെയറും 10 മാറ്റും. അങ്ങനെയാണ് നമ്മളോട് അവർ പേയ്മെന്റ് വന്നത്. അപ്പോൾ ആ സാറിനെ പറഞ്ഞു, നിങ്ങൾ സ്റ്റാർട്ടപ്പ് അല്ലേ, അപ്പോൾ ഒരു മാസത്തെ പേയ്മെന്റ് അടച്ചാൽ മതി, എന്നിട്ട് നിങ്ങൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് മന്ത് പേയ്മെന്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു മാസത്തെ പേയ്മെന്റ് ചെയ്തു. ഞങ്ങൾ 23-ാം തീയതി KLF നടക്കുന്ന ആ ഒരു സമയത്ത് നമ്മളെ ബിസിനസ് ഓപ്പൺ ചെയ്തു. അങ്ങനെ ഓപ്പൺ ചെയ്ത് നല്ലോണം പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ആ ബേക്കിലെ കടക്കാർ നമ്മളോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത് ഇവിടെ ഇടാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഞങ്ങൾ പേയ്മെന്റ് ഒക്കെ ഉണ്ട്, ലൈസൻസ് ഒക്കെ ഉണ്ട്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇത് ഇവിടെ ഇടാൻ പറ്റില്ല, ഇത് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കും മാറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അവരായിട്ട് പ്രശ്നം ഉണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അത് അവിടെ നിന്ന് എടുത്ത് മാറ്റി സ്റ്റേജിന്റെ ആ ഒരു ഭാഗത്തേക്ക് കൊണ്ടിട്ടു. അപ്പൊ നമ്മളെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ വീഡിയോസിലൊക്കെ വൈറലായത് ആകാശവാണിയുടെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ എല്ലാവരും അവിടെ വന്നിട്ട് തിരിച്ചു പോവാണ്. കുറെ ആളുകൾക്ക് കിട്ടുന്നില്ല, മെസ്സേജ് അയക്കുകയാണ്, കോൾ വിളിക്കുകയാണ്. അങ്ങനെ പ്രശ്നം ഉണ്ടായപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, തിരിച്ച് വീണ്ടും അവിടെ തന്നെ കൊണ്ടിട്ടു. അങ്ങനെ കൊണ്ടിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു നോമ്പൊക്കെ ഒരു കുറച്ച് തുടങ്ങിയപ്പോൾ ഹെൽത്തുകാർ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നു. ആരെ ബേക്കിലുള്ള കടക്കാർ ഷോപ്പുകളെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഹെൽത്തുകാർ വന്നപ്പോൾ അവരെ ചെക്കിങ് കഴിഞ്ഞ ഒരു നേരെ അവരെ കൂട്ടി ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, സാർ ഇതിവിടെ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല, നമ്മൾ മാറ്റ് കസ്റ്റമേഴ്സ് കൊണ്ടുപോയിട്ട് ഫുഡിന്റെ വേസ്റ്റ് അവിടെ ഇട്ടിട്ട് പോകുന്നു എന്നുള്ള പരാതിയാണ് അവരപ്പോൾ പറഞ്ഞത്. അപ്പൊ അതിനുള്ള സൊല്യൂഷൻസ് എല്ലാം ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ വേസ്റ്റിന്റെ കവർ കൊടുക്കാം, ആ വേസ്റ്റ് ഞങ്ങൾ കളക്ട് ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്തിട്ട് കോർപ്പറേഷന് കൊടുക്കാം, അതൊക്കെ പറഞ്ഞു. പക്ഷെ ഒന്നും കേട്ടില്ല. അപ്പൊ പോർട്ട് ഓഫീസ് തന്ന ലൈസൻസ് അവർ പിടിച്ചു വാങ്ങിയിട്ട് അവർ ഞങ്ങളോട് പറഞ്ഞു, ഇത് നാളെ ഓഫീസിൽ വന്നിട്ട് വാങ്ങിക്കോ, അവിടെ നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പോൾ സാർമാർ അങ്ങനെ പറഞ്ഞതല്ലേ, ഇതിന് ഇപ്പൊ ഇവിടെ കൊടുക്കാൻ പറ്റില്ല, ഇതിപ്പോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, കസ്റ്റമേഴ്സിന് കൊടുത്ത കസ്റ്റമേഴ്സിന്റെ നമുക്ക് റിട്ടേൺ വാങ്ങിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, അവർ നോമ്പ് തുറക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ്, അപ്പൊ വാങ്ങാനാവില്ലല്ലോ, ഞങ്ങൾ അത് ഇനി ആർക്കും കൊടുക്കുന്നില്ല, അത് കിട്ടിയിട്ട് ഞങ്ങൾ പോയിക്കോളാന്ന് പറഞ്ഞു. അത് പറഞ്ഞ പോലെ ഞങ്ങൾ അതെല്ലാം തിരിച്ചു കിട്ടി. ഞങ്ങൾ വേറൊരു കസ്റ്റമറിനും കൊടുക്കാതെ ഞങ്ങൾ തിരിച്ചു പോയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, പിറ്റേ ദിവസം രാവിലെ ഈ ഓഫീസേഴ്സിനെ പോയി കണ്ടു. അപ്പൊ അവർ പറഞ്ഞത് അതവിടെ അനുവദിക്കാൻ പറ്റൂല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ആദ്യം വന്നത് കോർപ്പറേഷനിലാണ്, കോർപ്പറേഷനിൽ വന്നിട്ടാണ് ഞാൻ ഇതിന്റെ ലൈസൻസ്, കാരണം നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ലീഗൽ സൈഡ് എല്ലാം ക്ലിയർ ആയിരിക്കണം എന്നുള്ളൊരു ഇത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം ചെന്നത് കോർപ്പറേഷനിലാണ്. പക്ഷെ അവരെ പരിധിപ്പെട്ടതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകേണ്ടി വന്നത്. അവർ പറയുന്ന ഏത് ലീഗൽ സൈഡിലും ചെയ്യാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അവരോട് പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ്. അപ്പൊ അവർ പറഞ്ഞത് ഇനി ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അവരെ സാറിന്റെ പുറകെ കുറെ നടന്നു. ഞങ്ങൾ ഞങ്ങൾ ചോദിച്ചു, സാർ ഒരു 5 മിനിറ്റ് ഞങ്ങൾ കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു, 5 മിനിറ്റ് 1 മിനിറ്റ് പോലും തരില്ല എന്ന് പറഞ്ഞു. ഞങ്ങളോട് IPC 113 കാര്യം കേസ് എടുക്കും, ഇറങ്ങി പോകാനൊക്കെയാണ് ഞങ്ങളോട് പറഞ്ഞത്. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഈ ലൈസൻസും അവർ പിടിച്ചു വെച്ചു, അത് ഞങ്ങൾക്ക് തന്നില്ല. അപ്പൊ ഞങ്ങൾ അവരോട് പറഞ്ഞു, ഇതിന്റെ എന്താണ് ലീഗൽ വശം എന്നുള്ളത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്, വേസ്റ്റിന്റെ കവർ ഞങ്ങൾ കൊടുത്തോളാം, അല്ലെങ്കിൽ ആ വേസ്റ്റ് കളക്ട് ചെയ്തിട്ട് കോർപ്പറേഷനെ ഫീസ് കെട്ടി കൊടുത്തോളാം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു. പക്ഷെ അവരത് കേൾക്കുന്നില്ല. ഞങ്ങൾ പറയുന്നത് എന്താണെന്നുള്ളത് ഉൾക്കൊള്ളാനുള്ള ഒരു ഗ്യാപ്പ് അവർ തരുന്നില്ല. പിന്നെ അവർ പറഞ്ഞത് അത് മാത്രമല്ല, വേറെയും കുറെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറെ പുറകെ നടന്നിട്ടും റെഡി ആവായിട്ട് ഞങ്ങൾ അറിയുന്ന ആളുകൾ വെച്ച് ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ മേയറിനെ പോയി കണ്ടു. മേയർ സാർ വഴി ഞങ്ങൾ എന്ത് ചെയ്തു, വീണ്ടും ആ കോർപ്പറേഷനിലെ ഹെൽത്തിലെ സാറുമായിട്ട് സംസാരിച്ചു. അപ്പൊ അവർ പറഞ്ഞത് ഞങ്ങളോട് അവർക്ക് കടക്കാരുമായിട്ട് ചെറിയൊരു ടൈപ്പ് ഉണ്ട്, അതുകൊണ്ട് പുതിയാപ്പ ബീച്ച് വരെ നിങ്ങൾക്ക് അവിടെ മണലിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞങ്ങളോട്. അപ്പൊ ഞങ്ങൾ അവരോട് പറഞ്ഞു, ഞങ്ങൾ മാത്രമല്ല ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വേറെ കുറെ ബിസിനസ്സുകാർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളത് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. ഞങ്ങൾ ഇന്നലെ വരെ അവിടെ പോയപ്പോൾ ഇഷ്ടംപോലെ ബിസിനസ് അവിടെ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ കരളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ലൈസൻസ് അവർ തന്നെ കൊടുത്തു. ഇപ്പോൾ VR കുറെ ടീമുകൾക്ക് ലൈസൻസ് കോർപ്പറേഷൻ തന്നെ കൊടുക്കുന്നുണ്ട്. അവിടെ കടക്കാരുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അവരായിട്ടൊരു കരാറുണ്ട്, അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു, ഓക്കെ എന്നാൽ ഞങ്ങൾക്ക് അവിടുത്തെ ഏതെങ്കിലും ഒരു സ്റ്റാൾ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കോർപ്പറേഷനിൽ പോയപ്പോൾ ഞങ്ങൾ പറഞ്ഞത് സ്റ്റാൾ കൊടുക്കാൻ പറ്റില്ല, ഇതുവരെ ഓർഡർ വന്ന ആളുകൾക്ക് പോലും ഞങ്ങൾക്ക് സ്റ്റാൾ കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് അതെന്തായാലും കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഒരു വേറൊരു ഐഡിയ, ഇതിനെ ഒരു ഫുഡ് ട്രക്ക് ഒക്കെ പോലെ ട്രക്ക് മാറ്റ് ട്രക്ക് ചെയർ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാം. ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ ബിസിനസ് കൊണ്ടുവന്നതിന്റെ അപ്പുറത്തേക്ക് ജനങ്ങൾക്ക് കുറെ യൂസ്ഫുൾ ആണ് ഇത്. അപ്പൊ അവർക്ക് പ്രായ ആളുകൾക്ക് ഒന്നുകൂടി ഉപകാരപ്പെടട്ടെ എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ ഇത് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഓഫീസറെ പോയി കണ്ടപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, പഴയ കോർപ്പറേഷൻ ഓഫീസിൽ ഒരു സാറുണ്ട്, അവരെ പോയി കണ്ടിട്ട് ഈ ഒരു ഐഡിയ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി, എന്താ പറയുന്നത് നോക്കാം, അവർ അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ പഴയ ഓഫീസിൽ പോയിട്ട് അവിടുത്തെ സാറിനെ കണ്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു, ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സാർ ഞങ്ങളോട് പറഞ്ഞത്, ഇത് എനിക്കൊരു ലൈസൻസ് തരാൻ പറ്റില്ല, പിന്നെ നിങ്ങളെ റിസ്കിൽ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഓക്കെ സാർ ഞങ്ങളെ റിസ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ലീഗൽ വശം എന്ന് ചോദിച്ചു. അപ്പൊ മൂപ്പര് പറഞ്ഞത്, അത് അവർ പൂട്ടി പോകാൻ പറഞ്ഞാൽ പൂട്ടി പോകണം, അവർ നിർത്താൻ പറഞ്ഞാൽ നിർത്തണം എന്നാണ്, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട ഒരു ബിസിനസ് തുടങ്ങിയിട്ട് പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് നിങ്ങൾ ഇത് നിർത്തണം, ഇത് പൂട്ടി പോകണം എന്ന് പറയുമ്പോൾ നമുക്ക് അത് എടുത്തു പോകാൻ പറ്റില്ലല്ലോ. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും, മാത്രമല്ല നമ്മളെ ഫുൾ എഫേർട്ട് നമ്മൾ അതിനകത്ത് ഇടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ പരമാവധി ലീഗൽ സൈഡ് എല്ലാ വശത്തും കയറി ഇറങ്ങി നടക്കില്ല
ചെയ്യാന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട അവസ്ഥ വരുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള ഒട്ടുമിക്ക ആളുകളും എന്താ വിദേശത്തും അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്യാവുന്നത് കേരളത്തിൽ ഒരു ജോലി സാധ്യത ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ തന്നെ ചെറുപ്പക്കാർ തന്നെ ജോലി സാധ്യത കണ്ടുപിടിച്ച് വരുമ്പോൾ അതിന് ഇങ്ങനത്തെ കുറേ തടസ്സങ്ങളാണ് നമുക്ക് ഫ്രണ്ടിലുള്ളത്. പിന്നെ എങ്ങനെയാണ് നമ്മൾ കേരളത്തിലുള്ള ചെറുപ്പക്കാർ ഇവിടെ ജീവിച്ചു പോവുക? അവർക്ക് പിന്നെ കേരളം അല്ലാതെ മറ്റ് രാജ്യങ്ങളും മറ്റ് സ്ഥലങ്ങളും ആശ്രയിക്കേണ്ടി വരുന്നത് ഇങ്ങനത്തെ കാരണത്താലൊക്കെയാണ്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഉദ്യോഗസ്ഥന്മാർ ഇതൊന്നും കാണാത്തത് കൊണ്ടാവാം, മേലുള്ള തലപ്പത്തുള്ള ആളുകൾ ഇതൊന്നും കാണാത്തത് കൊണ്ടാവാം, അറിയാത്തത് കൊണ്ടാവാം എന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മന്ത്രി റിയാസ് സാറിനെ പോലുള്ള ആളുകളൊക്കെ എനിക്ക് തോന്നുന്നു ടൂറിസം മേഖലയിലും ഇതേപോലത്തെ മേഖലകളിലൊക്കെ കുറെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. ബേപ്പൂരൊക്കെ നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലാവും, കുറെ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ആളുകളാണ്. പക്ഷെ അങ്ങനത്തെ അധികാരികളുടെ കണ്ണിൽ ഇതേപോലത്തെ നമ്മൾ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകളൊന്നും കാണുന്നില്ല എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരായാലും നമ്മുടെ ചെറുപ്പക്കാരന്റെ നിലനിൽപ്പിന് വേണ്ടിയെങ്കിലും അല്ലെങ്കിൽ വേണ്ട അവിടെ വരുന്ന പ്രായപ്പെട്ട ആളുകൾക്ക് ഒരു ഹെൽപ്ഫുൾ എന്ന രീതിയിലെങ്കിലും നമുക്ക് ഈ ഒരു ബിസിനസിനെ തുടർന്ന് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ എന്താണ് അവരിങ്ങനെ ആട്ടി ഓടിപ്പിക്കും, വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കി പോയി കഴിഞ്ഞാൽ കാലാകാലം നമുക്ക് ഈ ചെറുപ്പക്കാർക്ക് ഇവിടെ ഒരു ബിസിനസ്സും ചെയ്യാൻ കഴിയില്ല. കാരണം ഇതേപോലത്തെ കുറെ മറ്റ് രാജ്യങ്ങളില്ലാത്ത എത്രയോ നൂലാമാലകളാണ് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ഈ കേരളത്തിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പരമാവധി നിങ്ങൾ എല്ലാവരും റിയാസാറിനെ അതുപോലത്തെ മന്ത്രിമാരൊക്കെ ഒന്ന് ടാഗ് ചെയ്ത് ഈ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ബിസിനസ് ചെയ്യാം. നമുക്ക് നമ്മളതായ ഐഡിയകൾ നമ്മുടെ കേരളത്തിലെ കൊണ്ടുവന്നിട്ട് കേരളത്തിനെ വികസിപ്പിക്കാൻ നമുക്ക് പറ്റും. എത്രയോ ഐഡിയകളുള്ള എത്രയോ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇപ്പൊ നമ്മളിത് തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ കമന്റ് സെക്ഷനിൽ നമുക്ക് ഇങ്ങനെ കാണാം, ഇതേപോലത്തെ ഒരു പ്ലാൻ ഞാൻ കണ്ടുവച്ചതാണ്, വേറെ ഒന്ന് ഞാൻ നോക്കി വെച്ചതാണ്, പക്ഷേ നിയമപരമായി പോകുമ്പോൾ ഇതൊന്നും പറ്റൂല, അതുകൊണ്ടാണ് ചെയ്യാത്തത്. അങ്ങനെ കുറെ കാര്യങ്ങൾ കാണാം. എനിക്ക് തോന്നുന്നു ഇതൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ തന്നെ ഒരുവിധ ചെറുപ്പക്കാരും കേരളത്തിൽ തന്നെ ജോലി നോക്കി ജീവിച്ചു പോകും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഈ വീഡിയോ പരമാവധി അത്രയും ഉള്ളു തട്ടിട്ടാണ് പറയുന്നത്, കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് ഇത് പരമാവധി ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ തുടങ്ങിയപ്പോൾ വളരെയധികം സപ്പോർട്ടാണ് നിങ്ങൾ എനിക്ക് തന്നത്. ആ ഒരു സപ്പോർട്ട് ഈ ഒരു കാര്യത്തിൽ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇത് പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം. എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് ഇതിൽ കൊണ്ടുവരാൻ പറ്റണം.